ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആദർശും നയനയും തമ്മിലുള്ള ഒരു തർക്കമൊക്കെ കഴിഞ്ഞ് നയന കനകയെ വിളിക്കുകയാണ്. കനകയെ വിളിച്ചിട്ട് എനിക്ക് ഇതുപോലെ കല്യാണത്തിന് താല്പര്യമില്ലാത്തതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കനകയുടെ മനസ്സിലൊരു ഇടി വെട്ടി. കാരണം അവിടെ നന്ദുവിൻ്റെ അവസ്ഥ, ഇവിടെ അനിയുടെ അവസ്ഥ ഇതാണെന്നൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴേ അപ്പോൾ അവൻ്റെ മനസ്സിൽ ഏതോ ഒരു പെൺകുട്ടി ഉണ്ടെന്നാണ് തോന്നുന്നത് എന്ന് നയന ഇങ്ങനെ പറഞ്ഞപ്പോൾ അത് ആരാന്ന് വല്ലതും പറഞ്ഞു എന്ന് കനക ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ അത് ആരാന്ന് പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ എന്തോ ഒരു പ്രശ്നം ഉണ്ടമ്മേ, അത് തീർച്ചയാണ്. അവന് ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നിട്ടുള്ളത് അവനാണ്. എൻ്റെ കൂടെ നിന്നിട്ടുള്ളതും അവനാണ്. അവൻ ഈ ഒരു അവസ്ഥയിൽ എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയാം. എന്തായാലും മുത്തശ്ശൻ കല്യാണം തീരുമാനിച്ചതല്ലേ, മുത്തശ്ശൻ്റെ വാക്ക് പാലിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കല്യാണം നടക്കുക തന്നെ ചെയ്യും. അല്ല നന്ദു എവിടെ അമ്മേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നന്ദുവും വല്ല മൂഡ് ഓഫിലൊക്കെ ഇങ്ങനെ നടക്കുക. നന്ദു എന്തോ എപ്പോഴോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. എന്താ നന്ദുവിൻ്റെ മനസ്സിലും ആരെങ്കിലും കയറി കൂടിയോ? ആ സമയത്താണല്ലോ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെയുള്ള ആലോചനയൊക്കെ. അല്ല, ഇനി അഥവാ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിലും അവൾ തുറന്ന് പറയായിരിക്കും. അപ്പോഴോ കനക പറഞ്ഞു, എന്തായാലും കല്യാണം വിളിക്കാൻ ആദർശ് പോകുമ്പോൾ നീയും കൂടെ പോകണോട്ടോ. ഞങ്ങൾ അങ്ങോട്ടേക്കും വരുന്നുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു കല്യാണത്തിനാണല്ലോ എല്ലാവരും ഒത്തുകൂടുന്നത്. കല്യാണത്തിന് 2-3 ദിവസം മുമ്പ് തന്നെ നിങ്ങളിങ്ങ് പോരണം എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുകയാണ് നയന. അമ്മയുടെ സംസാരത്തിലെ പതർച്ചയും അകൽച്ചയും ഒക്കെ നയന മനസ്സിലാക്കുകയാണ്. സാധാരണ വിളിക്കുമ്പോൾ വാതോരാതെ സംസാരിക്കുന്ന അമ്മയ്ക്ക് ഇന്ന് സംസാരിക്കാൻ വാക്കുകളില്ല, വിശേഷങ്ങളില്ല. എന്താണാവോ എന്ന് നയന ഇങ്ങനെ ഓർക്കുക. പിന്നെ കാണിക്കുന്നത് നന്ദുവിനെയാണ്. നന്ദു ജനലിൻ്റെ അവിടെ പോയി ഓരോന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് കനക അങ്ങോട്ടേക്ക് വരിക. നന്ദൂട്ടാ എന്ന് വിളിച്ച് കനക വന്നിട്ട് ചോദിച്ചു, അനി എപ്പോഴെങ്കിലും ഇഷ്ടമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പോഴേക്കും അങ്ങനത്തെ സംസാരമൊന്നും ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല. എന്താ അമ്മേ ചോദിച്ചേ? അല്ല പിന്നെ എപ്പോഴാണ് നന്ദൂട്ടനെ ആങ്ങളെയായിട്ട് കാണേണ്ട ചെറുക്കനെ ഇങ്ങനെ കണ്ടു തുടങ്ങിയത്? അപ്പോൾ അതൊന്നും ഉത്തരവില്ല കേട്ടോ നന്ദുവിന്. അപ്പോൾ കനക പറഞ്ഞു, അവിടെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്, കല്യാണത്തിന് ഉള്ള ഒരുക്കത്തിലൊക്കെയാണ്. അനിയും കല്യാണ വിളിയൊക്കെ തുടങ്ങിയെന്നാണ് കേട്ടത് എന്നൊക്കെ കനക ഇങ്ങനെ പറയുക. കാരണം അനി കല്യാണത്തിന് ഭയങ്കര ഉത്സാഹത്തിലാണെന്നൊക്കെ പറഞ്ഞ് ഇവളുടെ മനസ്സ് മാറ്റിയേ പറ്റുള്ളൂ. ചിലപ്പോൾ ഇവിടേക്ക് അവർ കല്യാണം വിളിക്കാനൊക്കെ വരൂ കേട്ടോ എന്നൊക്കെ അങ്ങനെ പറയുക കനക. നന്ദുവിന് ഓരോന്ന് കേൾക്കുമ്പോഴും നെഞ്ചി തീ പോലെയാണ്. നന്ദൂട്ട, ഈ വീട്ടിൽ ആശിക്കാൻ ആശിച്ചത് ഞാനും നിൻ്റെ മൂത്ത ചേച്ചിയാണ്. കല്യാണത്തെപ്പറ്റി പോലും ചിന്തിക്കാത്ത 2 പേരായിരുന്നു നയനമോളും നന്ദൂട്ടനും. പിന്നെ എന്തിനാണ് നന്ദൂട്ടൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ബന്ധം വളർന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പം നയനേച്ചിയോട് അമ്മയൊന്നും പറയരുത് കേട്ടോ. ഇല്ല, ഞാൻ പറയത്തില്ല. അവൾക്ക് അതിനെക്കുറിച്ച് അറിയത്തുമില്ല. മോളും അനിയും നല്ല കൂട്ടുകാരാണെന്ന് അവർ വിശ്വസിച്ചിരിക്കുന്നത്. എന്തായാലും അനിയുടെ കല്യാണം എൻ്റെ മോനും എൻ്റെ നന്ദൂട്ടനും അവനും കൂടിയല്ലേ കൂട്ടുകാരോടൊക്കെ പോയി പറയേണ്ടത്. അങ്ങനെ തന്നെയല്ലേ വേണ്ടത്. അപ്പോഴേക്കും അത് ശരിയാമ്മേ എന്ന് പറയുകയാണ് നന്ദു. നമ്മൾ നമ്മുടെ പരിമിതികൾ മനസ്സിലാക്കി മാറി നിൽക്കാൻ വേണ്ടത്. ഒരിക്കലും നമ്മുടെ മനസ്സ് പതറാൻ പാടില്ല. മോളുടെ ചേച്ചിമാർക്ക് വേണ്ടി എല്ലാ വിട്ടുവീഴ്ചകളും ചെയ്യുന്ന അനിമോൻ്റെ മുത്തശ്ശിയും മുത്തശ്ശനും പോലും ഈ ബന്ധം അംഗീകരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഹനിമോൻ്റെ നല്ല സുഹൃത്തായിട്ടിരുന്നാൽ മതി എൻ്റെ നന്ദൂട്ടൻ എന്നൊക്കെ കനക ഇങ്ങനെ പറയുക കേട്ടോ. അതിനപ്പുറം ഒരു ചിന്തയും വേണ്ട. അപ്പോഴേക്കും നന്ദു കരഞ്ഞുകൊണ്ട് ചിരിച്ച് തലയാട്ടുകയാണ്. എന്തായാലും നന്ദുവിൻ്റെ ആ ടെൻഷൻ മാറിയിട്ടില്ല. നന്ദു വല്ലാത്തൊരവസ്ഥയിലാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അനിയെ കാണിക്കുന്നത്. അനി കട്ടിൽ ഓരോന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുക. അപ്പോഴേക്ക് നയന വന്നിട്ട് പറഞ്ഞു, ഈ പാല് കുടിച്ചിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നേരത്തെ ചിന്തിക്കുകയാണെങ്കിൽ കവിത എഴുതാനാന്ന് പറയായിരുന്നു. ഇപ്പം പിന്നെ എന്തെഴുതാനാണോ നീ ചിന്തിച്ചു കൂട്ടണത്? ഇങ്ങനെ ചിന്തിച്ചിരുന്ന് ഉറക്കം പോകണ്ടെന്ന് കരുതിയിട്ട് ആ പാല് കൊണ്ടുവന്നത്. ഇത് കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉറങ്ങിക്കോളും. ഈ വേദനയും നിരാശയൊക്കെ ഭയങ്കര പ്രശ്നം തന്നെയാവും കേട്ടോ. കാരണം അനാമിക ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പേര് വലിയ വഴക്ക് നടക്കുന്ന ഉറപ്പാട്ടോ. അപ്പോഴേക്കും നയന ഇങ്ങനെ ചോദിക്കുക, എന്താ സത്യത്തെ, എന്താ ഇത്രയ്ക്ക് അനിയുടെ മനസ്സിൽ കയറി കൂടിയ പ്രശ്നം? ആരെ ഇത്തരത്തിൽ അനിയുടെ മനസ്സിൽ കയറി കൂടിയത്? ഇത് വല്ലാത്തൊരു പ്രേമാണല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ 2 പരസ്പരം ഇഷ്ടം തുറന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ മനസ്സുകൾ തമ്മിൽ ഒരുപാട് അടുത്ത് പോയി. അവൾ എൻ്റെ ശബ്ദം കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ ഞാൻ അവളെ വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ തിരിച്ചു. അപ്പോഴേക്കും നയന പറഞ്ഞു, അപ്പം നിങ്ങൾ തമ്മിലൊരു ടെലിപ്പതിയൊക്കെ ഉണ്ടല്ലേ? ഉറപ്പായിട്ടും ഞങ്ങൾ തമ്മിൽ ടെലിപ്പതി ഉണ്ട്. പക്ഷേ അനാമികമായിട്ട് അങ്ങനെ ഒരു ടെലിപ്പതി ഇല്ല. അതുകൊണ്ടാണ് ആ ബന്ധത്തോട് എനിക്ക് വലിയ താല്പര്യവും തോന്നാത്തത്. എന്തായാലും ആ പെണ്ണാരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിലുള്ളവർ ആ പെൺകുട്ടി അക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ എന്ന് നയന ചോദിച്ചപ്പോൾ അനി പറഞ്ഞു, അതിനുള്ള സാധ്യത കുറവാണ്. അതായത് ഈ വീടുമായിട്ട് പൊരുത്തപ്പെടാത്ത പെൺകുട്ടിയാണ് അനി സ്നേഹിക്കുന്നത് അല്ലേ? അപ്പോഴേക്കും അതങ്ങനെ തന്നെയാണ് എന്ന് അനി പറയുക.
പക്ഷേ ഏട്ടത്തിക്കൊക്കെ അവളെ വലിയ കാര്യമായിരിക്കും. എൻ്റെ കാര്യം വിടണീ, ഞാൻ തന്നെ ഇവിടെ പുറമ്പോക്കല്ലേ. അപ്പോൾ പിന്നെ എൻ്റെ സപ്പോർട്ട് കിട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ വീട്ടിലുള്ളവർ അംഗീകരിക്കാത്തൊരു ബന്ധത്തോട് എനിക്കും താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എത്രയും പെട്ടെന്ന് അവളുടെ മുഖം അങ്ങ് മാറുന്നേക്കാം. ഇനി സ്നേഹമൊക്കെ വിട്ടിട്ട് സൗഹൃദം മാത്രം മതി അനി, അതല്ലേ നല്ലത് എന്ന് നയനയും അനി ഉപദേശിച്ചിട്ടങ്ങ് പോവാണ്. അനിക്കും പക്ഷേ അതിന് പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരു വലിയ സത്യം. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അനി നന്ദുവിനെ വിളിക്കുക. ഒരു നിമിഷം ചിന്തിച്ചതിന് ശേഷം നമ്മുടെ നന്ദു കോൾ എടുത്തു. എനിക്ക് അത്യാവശ്യമായിട്ട് നന്ദുവിനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞപ്പോഴേക്കും അനി നന്ദു ചോദിച്ചു എന്തിനാ ഒന്ന് കാണണം, പറ്റുമോ? അപ്പോൾ നന്ദു പറഞ്ഞു അതിപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് വരാം, നന്ദു ഒന്ന് ഇറങ്ങി വന്നാൽ മതി. അയ്യോ, അമ്മയും അച്ഛനും കണ്ട പ്രശ്നമാവും. അല്ല, അവരുറങ്ങുമ്പോൾ ശബ്ദം ഉണ്ടാക്കാതെ പുറത്തേക്ക് ഇറങ്ങി വന്നാൽ മതി. അത് പറ്റുമോ നന്ദുവിന്? അപ്പോഴേക്കും നന്ദു പറഞ്ഞു ഞാൻ വരാം. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കനകയും ഗോവിന്ദനും ഒക്കെ ഉറങ്ങിക്കിടക്കുകയാണ്. നന്ദു രാത്രി ശബ്ദമുണ്ടാക്കാതെ പുറത്തിറങ്ങി പോവുകയാണ്. അനി വിളിച്ചിട്ടാണോ ഇനി വിളിച്ചിട്ടല്ലയോ എന്നൊന്നും അറിയില്ല. എന്തായാലും പതുക്കെ ശബ്ദമുണ്ടാക്കാതെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. നന്ദു ഇറങ്ങിച്ചെന്നപ്പോൾ അനി കാത്തു നിൽക്കുകയാണ്. അപ്പോൾ അനി പറഞ്ഞു നന്ദു എനിക്കൊപ്പം ഒരു സ്ഥലം വരെ വരണം. അപ്പോൾ എങ്ങോട്ടാ? ചോദ്യങ്ങളൊന്നും വേണ്ട, പറയുന്നത് അനുസരിച്ചാൽ മതി. അപ്പോൾ ഇപ്പോൾ സമയം എത്രയെന്ന് വല്ല അറിയാവോ എന്ന് നന്ദു ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഒരു 4 മണിയായി കാണും. എല്ലാവരും നല്ല ഉറക്കത്തിലായിരിക്കില്ലേ, അതുകൊണ്ടാണ് വന്നത്. എങ്ങോട്ടാണ് നമ്മൾ പോകുന്നേ? എന്തായാലും തനിക്ക് ദോഷം വരുന്ന സ്ഥലത്തേക്ക് തന്നെ ഞാൻ കൊണ്ടുപോകില്ല എന്ന് തനിക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ. ഇതിപ്പോൾ അങ്ങനെ കൊണ്ടുപോയാൽ തന്നെ സ്വയം രക്ഷപ്പെടാനുള്ള കഴിവ് നന്ദുവിനുണ്ട് താനും. പിന്നെന്താ കുഴപ്പം? അങ്ങനെയുള്ള പേടിയൊന്നും എനിക്കില്ല. പക്ഷേ എങ്ങോട്ടാണ് പോകുന്നത് എന്നൊന്ന് പറഞ്ഞുകൂടെ? നമുക്കൊരു ക്ഷേത്രം വരെ ഒന്ന് പോകണം. എന്നിട്ട് എന്ത് വേണമെന്ന് ഞാൻ പറഞ്ഞു തരാം. ക്ഷേത്രത്തിൽ പോകാനായിട്ട് ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല. അതിൻ്റെ അടുത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീടുണ്ട്, നമുക്ക് അവിടെ കയറി ഫ്രഷ് ആകാം. പിന്നെ എൻ്റെ വണ്ടിയിൽ അത്യാവശ്യം ഡ്രസ്സൊക്കെ ഞാൻ കരുതിയിട്ടുണ്ട്. അതുകൊണ്ട് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. വാ, നമുക്ക് അമ്പലത്തിലൊന്ന് പോകാം. ഹനി എനിക്ക് പേടിയാവുന്നു, ഞാൻ വരുന്നില്ല എന്നൊക്കെ നന്ദു ഇങ്ങനെ പറയുന്നുണ്ട്. നന്ദു ഇതേ മര്യാദയ്ക്ക് കൂടെ വന്നോണം, ഞാൻ പറയുന്ന അനുസരിച്ച് നിനക്ക് എന്നെ വിശ്വാസമില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കനക രാവിലെയായി പത്രം വായിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഗോവിന്ദൻ. കനക തുണിയൊക്കെ എടുത്തുകൊണ്ട് വന്നതാണ്. ആ സമയത്ത് ഗോവിന്ദൻ ചോദിച്ചു നന്ദു എവിടെ പോയതാ? അറിയില്ല, രാവിലെ എങ്ങോട്ടോ പോയി എന്നാണ് തോന്നുന്നത്. ഈ സമയത്തൊക്കെ എക്സസൈസ് ചെയ്യാൻ പോകാറുണ്ടായിരുന്നല്ലോ. അല്ല, ഈ അടുത്ത സമയത്ത് അങ്ങനത്തെ പോക്കൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, പിന്നെ എങ്ങോട്ടാണ് പോയത്? ഞാൻ എപ്പോഴും ഉപദേശിക്കുമായിരുന്നു, അതുകൊണ്ട് സ്വഭാവം മാറിയോന്നൊന്നും അറിയാൻ പാടില്ല. അല്ല, നീ അവളെ ഫോണിലൊന്ന് വിളിച്ച് നോക്കുക. ഫോൺ ഇവിടെ മുറി കണ്ടുവന്നേ, ഫോൺ എടുക്കാതെ അവൾ പുറത്ത് പോയിരിക്കുന്നത്. ഫോൺ അങ്ങനെ വെച്ചിട്ട് പോകാറില്ലല്ലോ. അപ്പോഴേക്കും കനക പറഞ്ഞു ഏതായാലും ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ അവളെ കണ്ടിട്ടില്ല, എപ്പോഴിറങ്ങിപ്പോയെന്ന് അറിയത്തില്ല. അല്ല, നീ അവൾക്കൊപ്പം അല്ലേ കിടന്നിരുന്നത്, നീ എന്തിനാ ഇന്നലെ മാറിക്കിടന്നത്? അതിനൊന്നും സംഭവിക്കില്ല ഗോവിന്ദേട്ടാ, അവളുടെ കൂട്ടുകാർക്കൊപ്പം നടക്കാൻ വല്ലതും പോയതായിരിക്കുന്നേ. പിന്നെ ഏതോ ഒരു കരാട്ടെ സ്കൂളിൽ ട്രെയിനറായിട്ട് പോകണമെന്നൊക്കെ ഇന്നാൾ പറയുന്നുണ്ടായിരുന്നു. ഇനി അതിൻ്റെ കാര്യത്തിന് പോയതാണോ എന്നൊന്നും അറിയത്തില്ല. അതൊക്കെ ഈ പുലർച്ചയ്ക്കാണല്ലോ ചെയ്യുന്നത്. എന്തായാലും അവളുടെ പഠിത്തം ഇടയ്ക്കൊന്ന് ഉഴപ്പിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഒരു ജോലി സമ്പാദിക്കുക വേണ്ടത്. അതേപ്പറ്റി സീരിയസ് ആയിട്ട് ഗോവിന്ദേട്ടൻ അവളോടൊന്ന് സംസാരിക്കുക. ആ സമയത്താണ് കോളിംഗ് ബെല്ല് കേൾക്കുന്നത്. അവളായിരിക്കും എന്നും പറഞ്ഞ് നമ്മുടെ കനക ചെന്ന് കതക് തുറക്കുകയാണ്. സുഹൃത്തുക്കളെ, കനക ചെന്ന് കതക് തുറക്കുകയാണ്. പുഞ്ചിരിയോടുകൂടി നമ്മുടെ അനി മുന്നിലിങ്ങനെ നിൽക്കുകയാണ്. കനക പുഞ്ചിരിച്ചു. പക്ഷേ പുറകിൽ ഒളിച്ച് നിന്നിരുന്ന നമ്മുടെ നന്ദു കല്യാണ പെണ്ണായിട്ട് താലി കഴുത്തിലൊക്കെ ഇട്ടുകൊണ്ട് വന്നിരിക്കുകയാണ്. എൻ്റെ പൊന്നെ, എന്ത് രസമല്ലേ നമ്മുടെ നന്ദു സാരി ഉടുത്തിട്ട് കാണാൻ തന്നെ. അയ്യോ, എന്താ ഇത്, എന്താ ഞാൻ ഈ കാണണേന്ന് ചോദിച്ചു കനക തലേ കൈയും വെച്ച് ഗോവിന്ദേട്ടാന്നൊരു വിളി. ഇറങ്ങി വന്നു. അപ്പോഴേക്കും ഗോവിന്ദനും തലേ കൈയും വെച്ച് കനക ഇങ്ങനെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഗോവിന്ദനും വന്ന് വായും പൊളിച്ച് നിൽക്കുക. ഈ നന്ദുവിൻ്റെയും അനിയുടെയും ഈ കല്യാണ വേഷത്തിലുള്ള നിപ്പ് കണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. സി യു അഗെയിൻ. താങ്ക് യു.